സംഗീതത്തിലെ മാന്ത്രിക സ്പർശം. ജോൺസൺ മാഷ് മലയാളത്തിന് നൽകിയത് ഓർമ്മകളിൽ നനവും സുഗന്ധവും പകരുന്ന ഒരു പിടി ഗാനങ്ങൾ. തൃശൂരിലെ നെല്ലിൽക്കുന്നിൽ നിന്നും ആരംഭിച്ച സംഗീത ജീവിതം. പള്ളിയിൽ കൊയറിലായിരുന്നു തുടക്കം. പിന്നീട് കലോത്സവങ്ങളിലും സംഗീത പരിപാടികളിലും നിറഞ്ഞു നിന്നോടെ ജോൺസൺ മാഷ് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി. 1968 വോയിസ് ഓഫ് തൃശൂർ എന്ന സംഗീത കൂട്ടായ്മയിലൂടെ ജോൺസൺ മാഷ് മലയാളിയുടെ ഹൃദയത്തിലേക്ക് കൂടുതൽ ഗാനങ്ങൾ ഈണമിട്ട് കയറി. ജോൺസണിലെ സംഗീത പ്രതിഭയെ തിരിച്ചറിഞ്ഞ ദേവരാജൻ മാഷാണ് അദ്ദേഹത്തെ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തത്. പിന്നെ തൊട്ടതെല്ലാം പൊന്നാക്കുകയായിരുന്നു. ഭരതൻ, പത്മരാജൻ, കമൽ, ലോഹിതദാസ്, സത്യനന്ദിക്കാട് തുടങ്ങിയവരുടെ ചിത്രങ്ങളിലൂടെയാണ് മാഷിന്റെ മാസ്റ്റർ പീസുകൾ പലതും പിറവിയെടുത്തത്. 1980 ചെറിയാച്ചന്റെ ക്രൂരകൃത്യങ്ങളിൽ തുടങ്ങി 2011 നാടകമേ ഉലകം വരെ നീളുന്ന 300ഓളം ചിത്രങ്ങൾക്ക് സംഗീതം. ഇടയ്ക്ക് അല്പം ഇടവേള വന്നെങ്കിലും മലയാള സിനിമ അദ്ദേഹത്തെ തിരികെ വിളിക്കുകയായിരുന്നു. എന്നാൽ ആ മടങ്ങിവരവിന് അല്പായുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മലയാളത്തിന്റെ കണ്ണീർ പൂവായി ജോൺസൺ മാഷ് ഒടുവിൽ പടിയിറങ്ങി, പിൻവിളികൾക്ക് കാത്തു നിൽക്കാതെ. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.